السلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇപ്പോൾ ഞങ്ങൾ പലക്കവരയിൽ എന്തെങ്കിൽ കുറേ ആൾക്കാർ ചോറുണ്ടോണ്ടുള്ളവർ എല്ലാവരും ഉറക്കമേനിച്ചിട്ട് പോയെങ്കിൽ സൗകര്യമയ്യാവില്ല. അപ്പം ഇടയ്ക്ക് വെച്ച് തെല്ല് റൂഹ് ഭക്ഷണം കൊടുക്കാൻ തടിക്കുള്ള ഭക്ഷണമായിട്ട് അത് റൂഹുള്ള ഭക്ഷണമായിട്ട് കൂടെ ചൊല്ലത്. അപ്പം വേണ്ടത് തിരഞ്ഞെടുത്തോളാം. റൂഹുക്ക് വേണമെങ്കിൽ കൂടെ വെക്ക, തടിക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോവാം. റൂഹ് നിലനിൽക്കണമെങ്കിൽ തടി വേണം മാത്രം. തടിനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ആവശ്യമാണ്, നിർബന്ധം കൂടിയാണ്. തടിനെ സംരക്ഷിക്കാതെ ഭക്ഷണം തിന്നാണ്ട് കുടിക്കാണ്ട് തടിയെ ക്ഷീണിപ്പിച്ചിട്ട് വിഷമിപ്പിച്ചിരിക്കണു തീറ. തടിക്ക് വേണ്ട ആഹാരം പാനീയങ്ങളെല്ലാം കൊടുക്കൽ നിർബന്ധം. ചെയ്യിക്കുന്നു എത്ര വേണു അത്ര. ചെയ്യിക്കുന്നു എത്ര വേണു അത്ര മാത്രം. തിന്നണു വേണ്ടി ചെയ്യിക്കുന്നു തീറ, ചെയ്യിക്കുന്നു വേണ്ടി തിന്നണം. ഈ രൂപത്തിലായിട്ട് വേണം നമ്മുടെ ഭക്ഷണ രീതി. അപ്പോ രണ്ട് നിലക്കുള്ള ഭക്ഷണം ആവശ്യം. റൂഹുക്കും ഭക്ഷണം വേണം, തടിക്കും ഭക്ഷണം വേണം. ഇൽമ്, അദബ് ഇതെല്ലാം റൂഹിന്റെ ഭക്ഷണം. തടിക്കുള്ള ഭക്ഷണം, ഭക്ഷണ സാധനം പാനീയങ്ങളെല്ലാം തടിയുടെ ഭക്ഷണം. അപ്പോ ഞങ്ങൾ വേണ്ട സമയത്ത് അതാത് വേണ്ട ഭക്ഷണം കൊടുക്കണം. കൊടുക്കുമ്പോ തടിക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോ ഇതെന്താ കീണ്ടാവില്ല സൗണ്ട്. തടിക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് ഏത് കൊടുക്കണോണ്ട് അള്ളാഹു ചൊന്നറ മുഅ്മിനീങ്ങളുടെ ആയത്തെല്ലാം നാം ഓതില്ല, സമയം നീണ്ടു പോലതുകൊണ്ട് അതിന്റെ ഉദ്ദേശം മാത്രമേ ചൊന്നിട്ട് വേഗത്തിൽ തീർക്കര. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത് മുർസലീങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അതായിട്ട് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കല്. മുർസലീങ്ങളോട് കൽപ്പിച്ച എന്ത്? അള്ളാഹു മുർസലീങ്ങളോട് നബിമാരട്ടിക്ക് അള്ളാഹു കൽപ്പിച്ചത് എന്ത്? അത് ഹലാലായ ഭക്ഷണം തിന്നണം, ഹലാലായ പാനീയം കുടിക്കണം. ഇതായിട്ട് അംബിയ മുർസലീങ്ങളട്ടിക്ക് അള്ളാഹു കൽപ്പിച്ചത്. അതേ കൽപ്പനയായിട്ട് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിക്കരുത്. അപ്പൊ ഞങ്ങൾ തിന്നരുത്, കുടിക്കുക. തടിയുടെ സംരക്ഷണത്തിന് വേണ്ടി തിന്നണോ കുടിക്കൽ നിർബന്ധം. ആ നിർബന്ധമാകുമ്പോ ഞങ്ങൾ തീരെത്ര ഹലാലായത് മാത്രമേ തിന്നാവത്ര. ഹറാമായത് തിന്നിട്ട് ഞങ്ങളെ തടിയെ പുഷ്ടിയാക്കിക്കൊണ്ട് പോയെങ്കിൽ കുല്ലു ലഹ്മിൻ നബത ബിൽ ഹറാമി ഫഹുവ അഹഖു ബിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഹറാമ് തിന്നിട്ട് എന്തെങ്കിലും ഇറച്ച ചോരമ എന്തെങ്കിലും തടിക്ക് പുഷ്ടി വന്നെങ്കിൽ അതിലെ പോക്ക് നരകത്തേക്കായിട്ടിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിന്നേണ്ട ഭക്ഷണം, ആ കുടിക്കേണ്ട പാനീയം ഇതെല്ലാം ഹലാലായിട്ട് വേണം. ഞങ്ങൾ ചെയ്യാക്ക ഫസ്റ്റിಗೆ തുഴന്തൂടെ ദ്വാരക്കനും വേണ്ടി ചെന്നു അള്ളാന്റെ ദ്വാരക്കനുണ്ട്. അള്ളാന്റെ ദ്വാരക്കുമ്പോ ചില ഷർത്തെല്ലാം ഉണ്ട്. ഒട്രാശ ദ്വാരം നിങ്ങൾ അള്ളാഹ് ഉത്തരം തന്നില്ല. ആ ഷർത്തിൽപ്പെട്ട ഒന്നാണ് ഹലാലായ ഭക്ഷണം തിന്നണോ. തിന്നര ഭക്ഷണം കുടിക്കര പാനീയമെല്ലാം ഹലാലായിട്ട് വേണം. ഹലാലാവാത്തത് കുടിച്ചെങ്കിലോ തിണ്ടെങ്കിലോ അവന് എത്ര ദ്വാരെങ്കിലും ദ്വാക്ക് ഉത്തരം കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ വിശേഷ ഗുണം എടുത്ത് ചൊല്ലു. എന്താ വിശേഷ ഗുണ? ചില അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ അവര് കാണുമ്പോ വലിയ മുടിയെല്ലാം ചിറകിട്ടിട്ട് തടിയെല്ലാം ഡ്രസ്സെല്ലാം മുഷിങ്ങിട്ട് ഡ്രസ്സിൽ ചന്തയില്ലാണ്ട് വീടാന്തരം അവത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോ കാഴ്ചക്ക്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അങ്ങനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലു, എന്തെങ്കിലും അള്ളാഹുവിനോട് അവർ കേട്ടെങ്കിൽ അപ്പതിനെ പുലർത്തി കൊടുക്കുക, നടപ്പിലാക്കി കൊടുക്കുക. എന്തും സ്റ്റേ ഇല്ല, ഹിജാബില്ല.
അങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനത്തെ വലിയ വലിയ മഹാന്മാരിൽ ഉണ്ട്. കാണുമ്പോഴത്തേക്ക് ഡ്രസ്സെല്ലാം മുഷിങ്ങിട്ട് തടിമുടിയെല്ലാം ജലിച്ച് കുളിക്കാണ്ട് നാറിയുണ്ടല്ലോ ഇക്കോറും. ഈ ഔസാഫ് ഈ സിഫത്തുള്ള ആൾക്കാർ എന്തെങ്കിലും അള്ളാന്റെ കേട്ടെങ്കിലോ അപ്പൊ തന്നെ ഉത്തരം കിട്ടും. ഇതേ വസ്ഫുള്ള പിന്നൊരു മനുഷ്യരെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ പറയുന്നു, സുമ്മ ദക്കറ റജുലൻ യമുദ്ദു യദൈഹി ഇലസ്സമായി യാ റബ്ബി യാ റബ്ബി വമത്അമുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വമസ്കനുഹു ഹറാമുൻ വഗുദിയ ബിൽ ഹറാം. ഒരാൾ ഇതേ വസ്ഫിലുള്ള തടിയാകെ മുഷിങ്ങിയിട്ടുണ്ട്, തലമുടിയെല്ലാം ജട കെട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ പുലർത്തി കൊടുക്കുന്നുണ്ട്. അതേ നിലപാട് ഉടലുണ്ട്. ഉണ്ടെങ്കിലോ അവൻ കൈ നീട്ടി കേക്കറ യാ റബ്ബി യാ റബ്ബി, ഓരോന്നൊക്കെ തരണോ കേട്ടോടിക്കറ. ആ കേട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കേട്ടേക്ക് ഉത്തരം കിട്ടില്ല. എന്തേ കാരണം? ആ കാരണം വേറൊന്നുമല്ല, അവൻ തിന്നരുത് ഹറാമായതായിട്ട്. മത്അമുഹു ഹറാമുൻ, തിന്നരുത് ഹറാമ്, കുടിക്കരുത് ഹറാമ്, അവൻ താമസിക്കുന്ന വീട് ഹറാമ്, അവൻ ആകെ ഹറാമിൽ മുങ്ങിപ്പോയിട്ടിക്കറ. ഈ മനുഷ്യ എത്ര ദ്വാരനെങ്കിലും അവന്റെ ദ്വാക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സാധ്യമല്ല. അന്നാ യുസ്തജാബു ലഹ, ആ ദ്വാക്ക് എപ്പോഴും ഉത്തരം കിട്ടും എന്ന് അള്ളാന്റെ റസൂൽ നിങ്ങൾ പഠിപ്പാട്ടു. അപ്പൊ ഞങ്ങൾ തിന്നുമ്പത്തും കുടിക്കുമ്പത്തും ജാഗ്രത ആക്കൽ ഞങ്ങളെ ബാധ്യത ആയിട്ട്. കിട്ടുന്നതെല്ലാം ഹലാല്, കിട്ടാത്തത് ഹറാമ് എന്ന അവസ്ഥ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ തീരെത്ര തിന്നരുതും കുടിക്കരുതും ഞങ്ങൾ എടുക്കരുതും ഉപയോഗിക്കരുതും എല്ലാം ഹലാലാവാൻ വേണ്ടി എല്ലാവരും പ്രയത്നാക്കിയിട്ട് അതനുസരിച്ച് നീങ്ങുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഒരു ഹദീസിന്റെ ഭാഗ നമ്മുടെ ഖുർആനി പ്രസംഗത്തിൽ ചൊന്തു, ഇദാ മാതബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ എന്ന ഹദീസിൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഈ ദുആ പരിപാടി ഈ ആണ്ട് ഞങ്ങൾ നടപ്പിലാക്കിയത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ പടിപ്പടി തന്ന ആ അവസ്ഥയെ ഞങ്ങൾ നടപ്പിൽ കൊണ്ടുവന്നതായിട്ട്. എന്തത്? സാലിഹായ ഒരു സന്താനം ഉണ്ടെങ്കിൽ അങ്ങക്ക് ഉമ്മ ബാപ്പമാർക്കോ മരിച്ചങ്ങോ അങ്ങനെ കൊണ്ട് ദുആ മുഖേനയായിട്ടോ ബാക്കിയുള്ള സദക്ക കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടോ അങ്ങ് ഉപകാരം കിട്ടും. അല്ലെങ്കിൽ മരിക്കലോടുകൂടി എല്ലാ അവരും തീർത്ത് പിന്നെ മരിച്ചാൽ പിന്നെ കിട്ടാൻ പോണ്ടത് അതിൽപ്പെട്ട ഒരു ഭാഗമായിട്ട് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ആ മക്ക ദ്വാരപ്പെട്ട് ഈ സദസ്സെല്ലാം കൂടിയിട്ട് പല ആൾക്കാരെ സൽക്കരങ്ങളെല്ലാം ചെയ്ത് ഇതിന്റെ ഫലം ആ ഉമ്മബാപ്പമാർക്ക് കിട്ടും. അതിന്റെ കാരണത്തിലായിട്ട് ഞങ്ങൾ ദ്വാരക്കരുത്. നേരത്തെ ഫസ്റ്റികേ തന്നു ഞങ്ങൾ ചെയ്യാക്ക ദ്വാരക്കണോ അള്ളാഹിനോട് കേൾക്കണോ. ഈ കേൾക്കണമെങ്കിൽ അതിന് നിബന്ധന ഞങ്ങൾ തിന്നരുതും കുടിക്കരുതും ഉപയോഗിക്കരുതും താമസിക്കരുതും എല്ലാം ഹലാലായി കിട്ടിയെങ്കിൽ മാത്രം. ഹറാമായത് ദാനം ചെയ്തിട്ടോ കുറെ ആൾക്കാരെ കൂട്ടിയിട്ടോ എന്ത് ഭക്ഷണം കൊടുത്തെങ്കിലോ അങ്ങനെ ബെടക്കാക്കേണ്ട അല്ലാണ്ട് അതുകൊണ്ട് ഒരു കൂലിയും കിട്ടണോ പോണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നാനടക്കം എല്ലാവരും കഴിയുന്ന അത്രയും ഹലാലായത് മാത്രം ഉപയോഗിക്കണു. അള്ളാഹു ഭാഗ്യം തരട്ടെ, സന്തോഷത്തിലാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എൻ്റെ അമ്മായി കാക്ക കഴിഞ്ഞത്രയും ഈ വിഷയത്തിൽ സൂക്ഷിക്കുന്ന ആളായിട്ടിക്കരുത്. അതേപോലെ ഞങ്ങളും ജാഗ്രത ആക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലത്തെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് നല്ലത് മാത്രം ചെയ്യാനും ബടക്കത്തരത്തോട്ട് മാറി നിൽക്കുന്നതും അള്ളാഹുനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ മരിച്ച ഞങ്ങളെ അമ്മായും കാക്കൻ മാത്രമല്ല ഞങ്ങളെ കുടുംബത്തിൽ ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവരെ ഖബറെല്ലാം അള്ളാഹു വിശാലമാക്കി കൊടുത്ത് സന്തോഷം റാഹത്തിൽ അള്ളാഹു നൽകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സ്വർഗത്തിൽ അവരെയും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.